ഇന്നൊരു ദിവസൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതുവർഷം സ്റ്റാർട്ടാവുകയാണല്ലേ? ജനങ്ങളുടെയും മനുഷ്യരുടെയും കണക്ക് പുസ്തകത്തില് ഒരു പുതുവർഷം സ്റ്റാർട്ടാവുകയാണ്. എല്ലാ ദിവസവും പുതുവർഷമായ ആളുകൾക്ക് ഒരു പുതുവർഷത്തിന് അത്ര വലിയ പ്രത്യേകതയൊന്നും കാണില്ല. പക്ഷേ ലോകം മുഴുവൻ, മനുഷ്യർ മുഴുവൻ ഈ സ്വപ്നത്തിൽ ഒരു പുതുവർഷം ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ആ ഒരു പ്രസരണം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പ്രതീക്ഷയൊന്നുമല്ല അല്ലേ? പ്രതീക്ഷയൊന്നുമല്ല നമുക്ക്. നമ്മൾ ഓൾറെഡി എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ 200 ദിവസത്തിലധികമായി, 200-ലധികം വീഡിയോസിലായി, 200-ലധികം ക്ലാസ്സുകളിലായി കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രതീക്ഷയുടെയും ആഗ്രഹങ്ങളുടെയും കുടുക്കിലല്ല ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ജീവിക്കേണ്ടത്. ശാശ്വതയിലാണ്, നിത്യതയിലാണ്, നിത്യസമാധാനത്തിലാണ്, നിത്യശാന്തിയിലാണ് എന്ന് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. 2025 നമ്മെ പഠിപ്പിച്ച പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും വിഷമങ്ങളുടെയും സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും സന്താപങ്ങളുടെയും ജയിലിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ. പൂർണ്ണ സ്വതന്ത്രരായി പറന്നുയരേണ്ടവരാണ് മനുഷ്യൻ. തൻ്റെ കഴിവുകളെ എങ്ങനെ വിനിയോഗിക്കണം, താൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കൂട്ടമായി തുടർച്ചയായി ഈ പ്രോഗ്രാം കണ്ടുവരുന്ന ആളുകളിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു മിഥ്യയായ ഈ ലോകത്തെ ഇന്ന് ഒരു വർഷം അവസാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അടുത്തൊരു വർഷം നാളെ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടിരിക്കുന്ന ആ പൂട്ടുകൾ, ജയിലുകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ഒരു തലത്തിലേട്ടെങ്കിലും, മാനവകുലത്തിന്റെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്റ്റെപ്പിലേക്കെങ്കിലും ഉയർന്നു വരിക എന്നുള്ളത് തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് പുതുമയാണ്, ഓരോ സെക്കൻഡും നമുക്ക് പുതുമയാണ്. പക്ഷേ പഴമയിലേക്കും ഓർമ്മയിലേക്കും അല്ലെങ്കിൽ ഭാവിയിലേക്കും നമ്മെ നയിക്കുന്ന ഒരുപാട് ലോക്കുകൾ, ഒരുപാട് കെട്ടുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഈ ജീവിതം ഒരു മിഥ്യയാണ്.
ഈ ജീവിതം ഈ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടായി, ശരീരമുണ്ടായി, ശരീരം നഷ്ടപ്പെടുന്നത് പോലെ നശിച്ചു പോകുന്നതാണ്. ജീവിതം നാടകമാണ്, സിനിമയാണ് എന്നൊക്കെ പറയുമ്പോൾ, ഒരു സ്വപ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ തെളിയിക്കാം എന്നൊരു ചോദ്യം ഉയർന്നു വരും, സ്വാഭാവികമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു സ്വപ്നത്തിലെ കഥാപാത്രമാണ്. സ്വപ്നം കാണാൻ വന്നിറങ്ങിയ ഒരു സത്യമാണ് നീ. ആ സ്വപ്നത്തിലെ കഥാപാത്രമാണ് ഞാൻ എന്ന ശരീരവും മനസ്സും. ആ സ്വപ്നത്തെ കാണുന്ന യാഥാർത്ഥ്യം സത്യമാണ്, നീ എന്ന സത്യം. ഞാൻ എന്ന ഫേക്കിൽ നിന്നും നീ എന്ന നീ എന്ന ഇൻഡിവിജ്വലായ, യുണീക്കായ നീ എന്ന യാഥാർത്ഥ്യം. ഇതെങ്ങനെ മനസ്സിലാക്കാം? ഈ രണ്ട് ചോദ്യങ്ങളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വപ്നമാണോ? ഇത് സ്വപ്നമാണെങ്കിൽ അതെങ്ങനെയാണ്? എല്ലാം പെട്ടെന്ന് പോകുന്നതാണ്. ഒരു സ്വപ്നം മാത്രമാണ് എങ്കിൽ അതിനെന്താണ് തെളിവ്? സ്വപ്നം കാണാൻ വന്നിറങ്ങിയ സത്യം ഞാൻ എന്ന ശരീരത്തിലും മനസ്സിലും അറ്റാച്ചായി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ, ആ സ്വപ്നം കാണുന്ന യാഥാർത്ഥ്യം, നീ എന്ന യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ നീ എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന് നമുക്ക് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. നിങ്ങൾ ഡീപ്പ് സ്ലീപ്പ് ശ്രദ്ധിച്ചാൽ മതി. നല്ല അഗാധമായ ഉറക്കം, ആഴത്തിലുള്ള ഉറക്കം. ആ സമയത്ത് അവിടെ ബോധമില്ല, മനസ്സില്ല. എന്നാൽ താൻ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങി, നന്നായി ഉറങ്ങി എന്ന് മനസ്സിലാകുന്നു. ആ അവസ്ഥയിൽ ഒരു ലോജിക്കും, നിങ്ങൾ നേടിയ ഒരറിവും, വീടും മക്കളും കുടുംബവും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. ഒന്നുമില്ല അവിടെ. കാരണം അവിടെ മനസ്സ് ഇല്ല. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ, മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ സ്വപ്നം കാണാൻ കഴിയൂ, ഫീൽ ചെയ്യാൻ കഴിയൂ. മനസ്സില്ലെങ്കിൽ, അത് മനസ്സില്ലാതാകുമ്പോഴും മനസ്സിനറിയാം എന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ്, എൻ്റെ റോൾ കുറയുകയാണ്. അത് പിശാചായിക്കൊള്ളട്ടെ, സാത്താനായിക്കൊള്ളട്ടെ, ഡെവിളായിക്കൊള്ളട്ടെ, ഇബ്ലീസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് ഭാഷയിൽ വിളിച്ചാലും അതിനറിയാം നിങ്ങൾ ശ്രമിക്കുന്നത് അതിനെ ഇല്ലാതാക്കാനാണ്. സമൂഹവും ചുറ്റുമുള്ള കുടുംബവും കുടുംബക്കാരും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം കൂടി തന്ന ആ മനസ്സിനറിയാം നിങ്ങൾ ശ്രമിക്കുന്നത് മനസ്സില്ലാതാക്കാനാണ്. അപ്പോ ആ മനസ്സ് എപ്പോഴും ചെറുത്ത് നിൽക്കും. എന്നാൽ മനസ്സിനോട് പലപ്പോഴും ആത്മാവ് ചോദിച്ചുകൊണ്ടും ഇരിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാന് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കമല്ല, ഒരിക്കലും ഉറങ്ങാൻ പറ്റൂല. മനസ്സിലായില്ലേ? മനസ്സിങ്ങനെ ഉണർന്ന് 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 അതിങ്ങനെ തെറിച്ച് നിൽക്കുവാണെങ്കിൽ ഉറക്കമേ കിട്ടൂല മനുഷ്യന്. പിന്നെ ഉറങ്ങാനേ പറ്റില്ല. ആ
മനസ്സ് എത്രത്തോളം ശക്തമാണോ അത്രയും കാലം നിങ്ങൾ ജീവിക്കുന്നത് നരകത്തിലായിരിക്കും. ഇടയ്ക്ക് ചോദിക്കും ആത്മാവ്, എന്തിനാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മരിച്ചു കഴിയുമ്പോൾ ഞാനിതൊന്നും കൊണ്ടുപോകണല്ലോ. അപ്പൊ മനസ്സ് പറയും, അങ്ങനെയല്ല, ഇതൊക്കെ വേണം നിനക്ക്, ഇതൊക്കെ നീ വെട്ടിപ്പിടിക്കണം, നിന്റേതാണെല്ലാം. അപ്പൊ ആ സമയത്താണ് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം ഉയർന്നു വരും. അപ്പോൾ ഈ തലത്തിൽ നിന്നും ഉയർന്നു വരാത്തവർ മരിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ തലത്തിൽ, ആ നരകം എന്ന തലത്തിൽ നിൽക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ നരകം, ജാഗ്രത്, പാതാളത്തിൽ നിൽക്കുന്ന മനുഷ്യൻ, അതിൽ നിന്നും ഉയർന്നു വരാതെ മരിക്കാൻ പോകുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? ഞാൻ കഷ്ടപ്പെട്ടു, ഇത്ര ബുദ്ധിമുട്ടി, സങ്കടപ്പെട്ട്, വിഷമിച്ച്, ടെൻഷൻ അടിച്ച്, ആകെ പ്രാന്ത് പിടിച്ച് ഞാൻ ജീവിച്ചു. മരിക്കാൻ പോവാണ്, ഒന്നും കൊണ്ടാൻ പറ്റൂലല്ലോ, ഒന്നും കൊണ്ടാൻ പറ്റൂലല്ലോ. അപ്പോഴും ഡിപ്രഷനാണ്. മരിക്കുന്ന സമയത്തും ഒന്നും കൊണ്ടാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ നോക്കി, എല്ലാം നേടാൻ പറ്റിയില്ലല്ലോ. എല്ലാം നേടാനും പറ്റിയില്ല, കൊണ്ടുപോകാനും പറ്റുന്നില്ല, ഉണ്ടാക്കിയത് കൊണ്ടുപോകാനും പറ്റുന്നില്ല. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് പരമാനന്ദത്തിൽ പോകണമോ, അതെയോ മോക്ഷത്തിൽ പോകണമോ? എന്തും കൂടുതലായാൽ ആ ചിന്തകളുടെ ഭാഗമാണത്, മനസ്സിന്റെ ഭാഗമാണ്. എന്തും കൂടുതലായാൽ, ഉറക്കമാവട്ടെ, ഉണർന്നിരിക്കുന്ന അവസ്ഥ, എല്ലാം എല്ലാം മായയാണ്. മനുഷ്യന്റെ ശരീരം തളരുമ്പോൾ കുറച്ചു നേരം ഉറങ്ങണം, അത് കഴിയുമ്പോൾ എഴുന്നേറ്റിരിക്കണം. അല്ലാതെ അതിനു വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ അത് തന്നെ ആകുക എന്ന് പറഞ്ഞാൽ, അത് ഉണർന്നിരിക്കുന്നതാണെങ്കിലും ശരി, ഉറക്കമാണെങ്കിലും ശരി, കൂടിക്കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ് അതിനകത്ത്. കാരണം നിങ്ങൾ നിൽക്കുന്ന തലം അവിടെയാണെന്ന്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ വർഷമെങ്കിലും നിങ്ങൾ, ഈ ഒരു വർഷം, നമുക്കൊരു വർഷവും പ്രത്യേകതയില്ല, ഒരു ദിവസവും പ്രത്യേകതയില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു തലത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ 5 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റൂല, 3 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റില്ല, ടെൻഷൻ അടിച്ച് എഴുന്നേറ്റുകൊണ്ടിരിക്കും. ഇവിടെയാണ് ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ മരിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഇപ്പോ മരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. മരിക്കുമ്പോൾ ശരിയാക്കാം, അന്നേരം ശരിയായിക്കോളും, അന്നേരം മോചനം നേടിക്കോളാം. ഒരു മോചനം നേടൂല ആ സമയത്ത് ടെൻഷൻ അടിച്ച് മരിച്ചു പോകും. ഇപ്പോ, ഈ നിമിഷം, ഈ ഒരു വർഷം, ആ നമ്മുടെ ശരീരത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു വർഷം ഇവിടെ തീരുകയാണ്. ശരീരത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു വർഷം തീരുകയാണ്. ഒരു വർഷം, പുതുവർഷം തുടങ്ങാൻ പോവുകയാണ് നാളെ. ഈ നിമിഷം, അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒന്നും നേടാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല എന്നുള്ള സത്യം. ഒന്നും നേടാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റും. കൃത്യസമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങാൻ പറ്റും, ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കാൻ പറ്റും, നല്ല ആരോഗ്യം ഉണ്ടാവും, ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു ഡിപ്രഷനും ഉണ്ടാവില്ല, ഒരു ആങ്സൈറ്റി ഉണ്ടാവില്ല. ഇവിടെ ഒന്നും നേടാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല എന്നുള്ള സത്യം. അത് സത്യമാണത്. ഇനി ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതിനൊക്കെ തെളിവ് വേണ്ടേ? ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടതാരാണോ, അല്ലെങ്കിൽ മനുഷ്യന്റെ ടെക്നോളജി
ആരാണോ നിർമ്മിച്ചത്, ആ നിർമ്മിച്ച മനുഷ്യന്റെ ടെക്നോളജി, മനുഷ്യനെ വിട്ടേരെ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് വിട്ടേരെ, അത് നോർമലി നാച്ചുറലായിട്ട് ഭൂമി ഉണ്ടായി വന്നതുപോലെ ഉണ്ടായി വന്നാന്ന് കൂട്ടിക്കോ. നിങ്ങൾ അങ്ങനെ കൂട്ടണമെങ്കിൽ കൂട്ടിക്കോ. എല്ലാത്തിൻ്റെയും ഒരു മൂല കാരണമുണ്ടാവും. ഒരു മൂല കാരണത്തിൽ നിന്നായിരിക്കും എല്ലാ എനർജികളും ഉദയം ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? ഇനി ആധുനിക മനുഷ്യനാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കണക്ക് കൂട്ടിക്കോ. പക്ഷെ ഈ ഹ്യൂമൻ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തയാള് അതിനുള്ള അതിനുള്ള പരിഹാരം കൂടി ചെയ്തു വച്ചിട്ടുണ്ട്. അതിനുള്ള ടെക്നോളജി ശരീരത്തിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. ടെൻഷനും ഇല്ല, ആങ്സൈറ്റി ഇല്ല, ഉറക്കം ഇല്ലെങ്കിൽ എന്നാ പ്രശ്നമുള്ള ഒരു പ്രശ്നവും ഇല്ല. അത് ഒരു മനുഷ്യന്റെ ഇഷ്ടമാണത്, ഉറങ്ങണോ വേണ്ടോ എന്നുള്ളത്. അത്ര നേരോടെ വർക്ക് ചെയ്യാൻ, അത്ര നേരോടെ ഉണർന്നിരുന്ന്. കംപ്ലീറ്റ് നിങ്ങളുടെ ഈ ടെക്നോളജി, അതായത് ഇത് ഈ ഭൂമിയിൽ നിങ്ങളൊരു സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ടെക്നോളജി ഉള്ളിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ കണക്ട് ചെയ്യാനുള്ള, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മൊബൈൽ, ആ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധനം ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്വപ്നം കാണുന്നത് എങ്ങനെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഈ ജീവിതം ഒരു സ്വപ്നമാണ് എന്നും ഇതെല്ലാം ഉണ്ടായി വന്ന് പോകുന്നതാണ് എന്നും ഡീപ്പായി നിങ്ങൾ ഒരു സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. നിങ്ങളൊരു സ്വപ്നം കാണുന്നതിന്റെ അകത്തളങ്ങളിലേക്ക് നിങ്ങൾ മുങ്ങാങ്കുഴിയിട്ട് ഊളിയിട്ട് ഇറങ്ങിയാൽ, ഒരു സ്വപ്നം എന്തിനാണ് നിങ്ങൾക്ക് ഈ സ്വപ്നം വച്ചിട്ടുള്ളത്? ചെറുപ്പത്തിലോ വലുതായപ്പോഴോ എന്തെങ്കിലും ഒരിക്കൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഈ സ്വപ്നം എന്തിനാണ് നിങ്ങൾക്ക് മനുഷ്യന് തന്നിട്ടുള്ളത്? മനുഷ്യന് മാത്രമേ സ്വപ്നം കാണാനുള്ള കഴിവുള്ളൂ. വേറെ ആരും സ്വപ്നം കണ്ടതായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തിനാണ് ഈ സാധനം വച്ചത്? അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ വൈഫൈ കണക്ടിവിറ്റിയുടെ പാസ്വേഡ്. അല്ലാതെ കണക്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ സ്വപ്നമാണ് നിങ്ങളുടെ വൈഫൈ കണക്ടിവിറ്റിയുടെ പാസ്വേഡ്. മനുഷ്യനും ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയും ഒരു സ്വപ്നം മാത്രമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്, സിസ്റ്റം എങ്ങനെയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വപ്നം നിങ്ങൾക്ക് തന്നത്. ഞാൻ വിശദീകരിച്ചു തരാം. ഓക്കെ? അങ്ങനെ ചുമ്മാ ജീവിതം ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തെളിവോടുകൂടി മനസ്സിലാക്കണം. ജീവിതം നാടകമാണോ സർവം മായയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്വപ്നത്തെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഓരോ സ്വപ്നവും എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നവും എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ശൂന്യതയിൽ നിന്നും. മനസ്സിൽ നിന്നാണ്. ശൂന്യതയിൽ നിന്നുമാണ് വരുന്നത്, അല്ലേ? ഓരോ ദിവസവും വരുന്നത് വേറെ വേറെ സ്വപ്നങ്ങളാണ്. ശൂന്യതയിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റൂല. ശൂന്യതയിൽ നിന്നും എങ്ങനെ ഉണ്ടായി വരുവാണ് സ്വപ്നം, അല്ലേ? ആ, ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചോളണം. ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ ചിരിക്കുന്നു, കരയുന്നു, സങ്കടപ്പെടുന്നു, പേടിക്കുന്നു, ഞെട്ടി എഴുന്നേൽക്കുന്നു.
ആ സ്വപ്നം പോകുന്നു, പിന്നെ വേറൊരു ദിവസം വേറൊരു സ്വപ്നം വരുന്നു. ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. ശ്രദ്ധിച്ചു കേട്ടോ. സ്വപ്നം ശൂന്യതയിൽ നിന്നും ഇങ്ങനെ ഭും എന്ന് പറഞ്ഞുണ്ടായി വരുന്നു. എവിടെന്നോ ഉണ്ടായി വരുന്നു. അത് നമ്മളെ ചില വികാരങ്ങളൊക്കെ കാണിക്കുന്നു, ചിലത് കാണിക്കുന്നു, പേടിപ്പിക്കുന്നു, ചിലപ്പോൾ സന്തോഷിപ്പിക്കുന്നു, ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ കരയുന്നു. സ്വപ്നം പോകുന്നു. പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. ശ്രദ്ധിച്ചോളണം. ശൂന്യതയിൽ നിന്നുണ്ടായി വരുന്നു. പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു, സങ്കടപ്പെടുന്നു, പേടിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ മനസ്സിലാകുന്നു അത് സ്വപ്നമായിരുന്നു. അത് തനിയെ വരുന്നു, അനുഭവങ്ങൾ, വികാരങ്ങൾ തരുന്നു, തനിയെ ഇല്ലാതാകുന്നു. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? സർവം മായ. ചുമ്മാ മായ എന്ന് പറഞ്ഞാൽ പോരാ. സർവം മായ. ഇനി നിങ്ങളുടെ ജീവിതം എടുത്തു വച്ചിട്ടൊന്ന് പരിശോധിച്ചോ. നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാ? നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാ? നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണോ? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വേണം എന്ന് വിചാരിച്ച് വന്നതാണോ? സ്വപ്നത്തിലേക്ക് കണക്ട് ചെയ്യട്ടോ. സ്വപ്നത്തിലേക്ക് കണക്ട് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വേണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വന്നതാണ്. സ്വപ്നത്തിലേക്ക് കണക്ട് ചെയ്യട്ടോ. സ്വപ്നത്തിലേക്ക് കണക്ട് ചെയ്യും. ആ വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? വികാരങ്ങൾ. വികാരങ്ങൾ, ഇമോഷനുകളാണ് നിങ്ങൾക്ക് കിട്ടിയത്. വിഷമം, സങ്കടം, സന്തോഷം, സന്താപം, എല്ലാം എല്ലാം നിങ്ങൾ ആരും വിളിച്ചു വരുത്തിയതല്ല ഇതിനെ. അത് വരുന്നു, കുറച്ച് സമയം നിലനിൽക്കുന്നു, ഇല്ലാതാകുന്നു. നിങ്ങൾ നോക്കിക്കോ, എന്ത് കാര്യം അങ്ങനെ തന്നെയാണ്. വരുന്നു, എവിടെ നിന്നോ വരുന്നു, എവിടെ നിന്നോ വരുന്നു. സർവം മായ. എവിടെ നിന്നോ വരുന്നു, കുറച്ച് സമയം നിലനിൽക്കുന്നു. ഉറങ്ങുന്ന സ്വപ്നത്തിലാണെങ്കിൽ ഉറക്കത്തിന്റെ വേരിയേഷൻ അനുസരിച്ച്, ഉണർന്നിരിക്കുന്ന സ്വപ്നത്തിലാണെങ്കിൽ ഉണർന്നിരിക്കുന്ന സ്വപ്നത്തിന്റെ നാച്ചുറാലിറ്റിക്ക് അനുസരിച്ച് കുറച്ച് സമയം, കുറേ ദിവസം, ചിലപ്പോൾ കുറേ നാൾ, ചിലപ്പോൾ കുറേ മാസം നീണ്ടു നിൽക്കുന്നു. ഠിങ്, പോകുന്നു. ഇത് തന്നെയാ ശാസ്ത്രം പറഞ്ഞത്. ശൂന്യതയിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടായി വന്നു, നാച്ചുറലായി ഉണ്ടായി വന്നു. ഈ സമയവും കടന്നുപോകും. അങ്ങനെ അത് ഇല്ലാതാകും. ശൂന്യതയിൽ ഇല്ലാതാകും. ശാസ്ത്രം പറഞ്ഞാണ്. അപ്പൊ ഒരു ക്യാരക്ടർ, അത് സ്വപ്നത്തിന്റെ ഒരു ഇത് നിങ്ങൾ വെച്ച് നോക്കിക്കോ. ശൂന്യതയിൽ നിന്നും ഉണ്ടായി വന്നു, ശൂന്യതയിൽ ഇല്ലാതാകുന്നു. സ്വപ്നത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ശരിയായേ. ഇനി ആരും പറയരുത് ശരിയായില്ല എന്ന്. എല്ലാം, എവരിത്തിങ്, എവരിത്തിങ്, എവരിത്തിങ് ശൂന്യതയിൽ നിന്ന് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. അതെ, ശൂന്യതയിൽ നിന്നാണ്. ശാസ്ത്രം പറഞ്ഞാണ് ശൂന്യതയിൽ നിന്നാണ് ബിഗ് ബാങ് ഉണ്ടായത്, പൊട്ടിയത്. ശൂന്യതയിൽ നിന്ന് തന്നെയാണ് നീ. അവിടെ തന്നെ ദൈവവിശ്വാസം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ ഈ സ്വപ്നത്തെ ശൂന്യതയിൽ ഇല്ലാതാക്കാനും. സ്വപ്നമാണിത്. സ്വപ്നമാണിത്. അടുത്ത പ്രത്യേകത എന്താണ്? ഇന്ന് രാത്രി ഉറങ്ങുമ്പോ ഞാൻ ഇന്ന സ്വപ്നം മാത്രമേ കാണുള്ളൂ എന്ന് തീരുമാനിക്കാൻ ഒരു കൊല കൊമ്പനും പറ്റൂല. ഒരു കൊല കൊമ്പനും പറ്റൂല എന്ന്. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഈ സ്വപ്നേ കാണുള്ളൂ എന്ന് തീരുമാനിക്കാൻ ഒരുത്തനും പറ്റൂല. രണ്ടാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത. എന്തൊക്കെയോ കാണും, തീരുമാനിക്കാൻ കഴിയില്ല. നാടകവും സിനിമയും ഒക്കെ അതുപോലെ തന്നെയല്ലേ? നാടകവും സിനിമയും, നാടകമേ ഉലകം. നാടകം ഡയറക്ടർ ഉണ്ടാക്കി വിടുന്ന നാടകമല്ലേ കാണാൻ പറ്റുള്ളൂ. അല്ല നാടകത്തിൽ കയറിയിട്ട് ഇടവേ ഇത് പറ്റൂല, അത് മാറി ഇത് ഉണ്ടാക്കുന്നത് പറ്റാൻ പറ്റുമോ? സിനിമയിൽ കയറി എന്ന് പറയാൻ പറ്റുമോ ഇത് ശരിയായില്ല, അത് മാറ്റിവിടാൻ? പറ്റൂല. ഡയറക്ടർ ഉണ്ടാക്കി വിടുന്നതേ കാണാൻ പറ്റുള്ളൂ. സ്വപ്നം അനിശ്ചിതത്വം നിറഞ്ഞതാണ്.
എന്താണ് വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നാളെ എന്താവും എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ആർക്കും പറ്റുമോ? ശ്രദ്ധിച്ചോ? സ്വപ്നത്തിലേട്ടും ഇത് ജീവിതത്തിലേട്ടും ശ്രദ്ധിച്ചോ. ഈ സ്വപ്നം എന്തിനു നിങ്ങൾക്ക് തന്നു എന്ന് ഇന്നത്തെ ഈ സെഷൻ കഴിയുന്നതോടുകൂടി മനസ്സിലാവും. നാടകമേ ഉലകം, സർവം മായ. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവും. നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ മതി. ഇത് കേൾക്കുന്നവന് മനസ്സിലായാൽ മതി. അല്ലാത്തവർക്ക് മനസ്സിലാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്തു സ്വപ്നം നിങ്ങൾ കാണണം എന്ന് തീരുമാനിക്കാൻ യാതൊരു റൈറ്റ്സുമില്ല. അപ്പൊ ഡയറക്ടറെ ഫ്രണ്ട് ആക്കണം. അപ്പൊ ഡയറക്ടറെ ഫ്രണ്ട് ആക്കിയാൽ മാത്രമേ നടക്കുള്ളൂ മാറ്റാൻ. അത് പിന്നെ പറയാം. അതല്ല, അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. ഓക്കെ, ഇപ്പൊ സ്വപ്നം എങ്ങനെയാണ്? അപ്പൊ സ്വപ്നം പൂർണ്ണമായും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. എന്താണ് വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. അങ്ങനെ സാധ്യമാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡയറക്ടറുടെ കൂട്ടുകാരനാകണം, അല്ലാതെ നടക്കൂല. ഓക്കെ, അത് പിന്നെ പറയാം. ഏത് ഇമോഷനാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയൂല സ്വപ്നത്തില്. ഇന്ന് സന്തോഷമുള്ളതാണോ കാണാൻ പോണേ, സങ്കടമുള്ളതാണോ കാണാൻ പോണേ, അതോ ഞെട്ടണതാണോ കാണാൻ പോണേന്ന് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ട് കാണാൻ പറ്റൂല. നേരത്തെ തന്നെ മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും അഫർമേഷനും ചെയ്തിട്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഞാൻ ഇന്ന് ഞാൻ ഇന്ന് സന്തോഷമുള്ള സ്വപ്നം കാണും, ഞാൻ ഇന്ന് സന്തോഷമുള്ള സ്വപ്നം കാണും, ഞാൻ ഇന്ന് സന്തോഷമുള്ള സ്വപ്നം കാണും എന്നൊരായിരം വട്ടം എഴുതി വെച്ചിട്ട് കാണാൻ പറ്റുന്ന സാധനമാണോ ഇത്? അതാ നിങ്ങളെ ഇവരെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെല്ലുന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളും, ആയിരം വട്ടം ഉറുക്കഴിക്കുന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങളെ കബളിപ്പിക്കുന്നത് അങ്ങനെയാണ്. ലക്ഷം വട്ടം ഉരുക്കഴിക്കുന്ന മന്ത്രങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല, എഴുതി വച്ച് കാണാൻ സാധ്യമല്ല. ഏത് ഇമോഷൻ അനുഭവിക്കും, ഏത് ഇമോഷനാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് തീരുമാനിക്കാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് നിങ്ങൾ നോക്കിക്കോ. അടുത്ത നിമിഷം അല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് ഇമോഷൻ അനുഭവിക്കാൻ പോകും എന്ന് നേരത്തെ മുൻകൂട്ടി ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ജീവിതത്തിലും സ്വപ്നത്തിലും ഒന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഒന്ന് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഒന്ന് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിലും സിനിമയിലും നാടകത്തിലെല്ലാം നിങ്ങളൊരു ചിത്ര രൂപത്തിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിലുള്ള ഒരു ചിത്രത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. നാടകം പിന്നെയും ആള് നിന്ന് കളിക്കുന്നതാണ്. മറ്റതൊക്കെ മസ്തിഷ്കത്തിലുള്ള ചിത്രത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എങ്കിൽ സ്വപ്നം, സിനിമയൊക്കെ മസ്തിഷ്കത്തിലുള്ള ചിത്രത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, അല്ലേ? അതിനകത്ത് കേൾവി, കാഴ്ച, രണ്ട് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ജീവിതത്തിൽ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്വപ്നം കാണുന്നത്. അതിൽ സ്പർശനം വരുന്നുണ്ട്, രുചി വരുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്. 3 ഇന്ദ്രിയങ്ങൾ കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സ്വപ്നത്തിലും ജീവിതത്തിലുമുള്ള കോമൺ ആയ ഒരു കാര്യമുണ്ട്. കോമൺ ആയിട്ടുള്ള ഒരു 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 ഫാക്ടർ ഉണ്ട്, ഒരു വസ്തുതയുണ്ട്. രണ്ടിലും വന്ന വഴിയിലൂടെ തിരിച്ചു പോകാൻ പറ്റൂല. വന്ന വഴിയിലൂടെ തിരിച്ചു പോകാൻ പറ്റില്ല. 10 വയസ്സുള്ള ഒരു കുട്ടി, ഒരു എത്രാം ക്ലാസ്സിലാണ്, ഒരു 3-ലോ 4-ലോ ഒക്കെ ഇരുന്ന കുട്ടി അതേ ക്ലാസ്സിൽ അതേ പ്രായത്തിൽ അങ്ങനെ തന്നെ ഇരുന്ന് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. അഭിനയിക്കാനേ പറ്റുള്ളൂ. അതേ പ്രായത്തിൽ
അതേ ആ നിമിഷത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും പറ്റൂല. പറ്റുമോ? ആ നിമിഷത്തിൽ പൂർണ്ണമായും എന്തായിരുന്നു എന്നുള്ളത് റിക്രിയേറ്റ് ചെയ്യുക, അഭിനയിക്കാൻ പറ്റും. ഒറിജിനലായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും പറ്റൂല. സ്വപ്നത്തിലും പറ്റൂല. പുറകോട്ട് നടക്കാൻ പറ്റൂല. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. സ്വപ്നത്തിലും നിങ്ങൾക്ക് പുറകോട്ട് പോയി സ്വപ്നം കാണാൻ പറ്റൂല. ജീവിതത്തിലും നിങ്ങൾക്ക് പുറകോട്ട് പോയി, ഫാക്റ്റാണത്, യുക്തി വച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരിക്കലും പോയിട്ട് നിങ്ങൾക്ക് 5 വയസ്സുള്ള സമയത്ത് നിങ്ങൾ ചെയ്ത ഒരു സംഭവത്തിൽ പോയി നിന്ന് നിങ്ങൾക്ക് അത് റിക്രിയേറ്റ് ചെയ്യാൻ, അത് ആ പ്രായത്തിലിരുന്ന് അതേ ഫീലിങ്ങോട് കൂടി അങ്ങനെ തന്നെ അതേ സമയത്തെ നിങ്ങൾക്ക് റിക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിലുള്ള ജീവിതം എന്ന സ്വപ്നത്തിലുള്ള ഏക വിശ്വാസം ഏക വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം തീരുമാനിച്ച് പൂർണ്ണ മനസ്സോടെ മുന്നോട്ട് പോയി ആത്മാർത്ഥതയോടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയും. ഈ ജീവിതമെന്ന സ്വപ്നത്തിലുള്ള ഏക വ്യത്യാസം, മറ്റു സ്വപ്നവും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾക്കൊരു കാര്യം തീരുമാനിച്ച് അത് പൂർണ്ണ മനസ്സോടെ പ്ലാനുകൾ ചെയ്ത് പൂർണ്ണ മനസ്സോടെ, മനസ്സോടെ, പ്ലീസ് നോട്ട് മനസ്സോടെ, പ്ലീസ് നോട്ട് മനസ്സോടെ, എന്തോടെ? മനസ്സ്. നോട്ട് ചെയ്ത് വെച്ചോ അത്. ജീവിതത്തിലുള്ള ഈ മായയിൽ, ഈ സ്വപ്നത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്വയം തീരുമാനിച്ച് അത് പൂർണ്ണ മനസ്സോടെ, പ്ലീസ് നോട്ട്, പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയും. ഫലം അനുഭവിക്കാൻ കഴിയും. എന്നാലോ ഈ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഫലം അനുഭവിച്ചാൽ വികാരങ്ങളുടെ കാര്യം ഉറപ്പിക്കാൻ പറ്റൂല. വികാരങ്ങളുടെ കാര്യം ഉറപ്പിക്കാൻ പറ്റൂല. ഒരുപാട് പൈസ ഉണ്ടാക്കി സന്തോഷം മാത്രം വന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൂല. വികാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ റൈറ്റ്സ് ഇല്ല. എപ്പോ സ്നേഹം തോന്നും, എപ്പോ ദേഷ്യം വരും, എപ്പോ കരയും, എപ്പോ ചിരിക്കും, ഇതൊന്നും മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല. ഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ പൈസ ഉണ്ടാക്കി വീട്ടില് ഒരു സ്വസ്ഥതയില്ല, മക്കളൊന്നും ശരിയല്ല, ആകെ പ്രശ്നമാണെങ്കിൽ എന്താ അവസ്ഥ? ഏ വികാരങ്ങളുടെ കാര്യത്തില് ഈ സ്വപ്നത്തിലും ഉറപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. എപ്പോ സ്വപ്നം തോന്നും, എപ്പോ ദേഷ്യം വരും, എപ്പോ സ്നേഹം തോന്നും, എപ്പോ സന്തോഷം വരും, എപ്പോ ചിരിക്കും, ഇതൊന്നും മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും രൂപം ഒന്നാണ്, ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ്. ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ്. സ്വപ്നത്തിൽ നമുക്ക് വിഷമമൊന്നും തോന്നൂല. ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടു, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടു, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടു, സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അത് മറക്കും. കാരണം അത് വസ്തുനിഷ്ഠമല്ല. എന്തല്ല? വസ്തുനിഷ്ഠമല്ല. പക്ഷേ ജീവിതത്തിൽ അത് കാണുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. കാരണം മരിക്കുമ്പോൾ കുണ്ടാൻ പറ്റുമോ? മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും നേടിയിട്ട് മരിക്കുമ്പോൾ കുണ്ടാൻ പറ്റൂലല്ലോ. സ്വപ്നത്തിൽ നമ്മൾ കാണുന്നതെല്ലാം വസ്തുനിഷ്ഠമല്ലാത്തതിനാൽ, സബ്ജക്റ്റീവ് ആയതിനാൽ നമുക്ക് അത് മറഞ്ഞു പോകും. എന്നാൽ ജീവിതത്തിൽ ഇത് വസ്തുനിഷ്ഠമായതിനാലും നീണ്ടു നിൽക്കുന്നതിനാലും ദൈർഘ്യം കൂടുന്നതിനാലും പെട്ടെന്ന് മറയൂല. സ്വപ്നത്തിൽ പെട്ടെന്ന് മറഞ്ഞു പോകും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജീവിതത്തിൽ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത് അനുഭവിക്കുന്നതിനാൽ അത് സമയമെടുത്താണ് മറയുന്നത് എന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഓരോ വസ്തുവിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്, ഒരു കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വസ്തു അതാണ് ദൈവം എന്തിനാണ് കുൻ അല്ലെങ്കിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമി അങ്ങ് ഉണ്ടായാൽ പോരെ, പിന്നെ എന്തിനാണ് 7 ദിവസം എടുത്തത്, 8 ദിവസം എടുത്തത്, ഇങ്ങനെ എടുത്തതെന്നൊക്കെ ചോദിക്കണത്? എന്തും ഉണ്ടാകുന്നതിന് നാച്ചുറലായ കാലാവധി ഉണ്ട്. ഭൂമി സൃഷ്ടിച്ച ആ ഭൂമി കുറെ കാലം കിടന്ന് അത് പാകപ്പെട്ട്, അത് മനുഷ്യ ജീവിതത്തിന് പാകപ്പെട്ട് ഈ പ്രപഞ്ചം മുഴുവൻ കിടന്ന് അങ്ങനെ പിന്നെ നാച്ചുറലായി സമയമെടുത്ത് അങ്ങനെയൊക്കെയാണ് മനുഷ്യനുണ്ടായി വന്നത്. അതിനൊന്നും ഒരു തർക്കവും ഇല്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമെടുക്കും, ഒരു ടൈം. നിങ്ങളുടെ വീട്ടിൽ ഒരു ചെടി ഉണ്ടായി, ആ ചെടി ഈ പൂക്കൾ തരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. പൂക്കൾ ഉണ്ടായി അത് നശിച്ചു പോകുന്ന വരെ ഒരു സമയമെടുക്കും. കാരണം അത് ഈ 5 സെൻസും കൊണ്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അത്. അവിടെ ദൈവം പോലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വളർച്ചയാണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സർവമായ എന്ന ജീവിത സ്വപ്നത്തിൽ ഒരു കാര്യമുണ്ടായി പോവും. പക്ഷെ അത് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പക്ഷെ എങ്ങനെയാണേലും ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്. പക്ഷെ ഈ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും നിങ്ങളുടെ ശരീരം എന്ന ഈ മസ്തിഷ്കം എന്ന ബ്രെയിൻ എന്ന വസ്തു വസ്തു ആ വസ്തുനിഷ്ഠത അനുവദിക്കില്ല. അത് മനസ്സിന്റെ നിലനിൽപ്പിന്റെ വേദനയാണ്. മനസ്സ് എന്ന ഡെവിൾ ഡെവിൾ എനർജിയുടെ നിലനിൽപ്പിന്റെ വേദനയാണത്. മനസ്സ് എന്ന നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിന്റെ നെഗറ്റീവ് എനർജിയുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷന്റെ വൈജ്ഞാനിക വികലതകളുടെ നിങ്ങൾ ഏതെല്ലാം ഭാഷയിൽ, ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം പേരിൽ, എന്തെല്ലാം സൈക്കോളജിക്കൽ പേരിൽ, എന്തെല്ലാം ബ്രെയിനിന്റെ ഭാഷയിൽ പേരിട്ട് വിളിച്ചാലും അത് ഇല്ലാതാകാൻ ആ ഇല്ലാതാകുന്നതിന്റെ വേദനയാണ്. മറുവശത്ത് നിങ്ങൾ ഈ സ്വപ്നത്തിന്റെ ഡയറക്ടർ നിങ്ങളുടെ കൂട്ടുകാരനായാലോ, യു വിൽ ഗെറ്റ് ഇൻഡ്യൂഷൻ, യു വിൽ ഗെറ്റ് കണക്ഷൻ. ഒരാളുടെ മുന്നിൽ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് അതാണ്. ഏറ്റവും വലിയ കടമ്പ അത് ജാതി, മതം, വർഗം, വർണ്ണമൊന്നുമല്ല. ഒരാളുടെ മുമ്പിലെ ഏറ്റവും വലിയ കടമ്പ, ഈ ന്യൂ ഇയറിലെ ഏറ്റവും വലിയ കടമ്പ അതാണ്. ഇന്ന് ഇന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് തീരുമാനിക്കാൻ ആർക്കും കഴിയില്ല. സ്വപ്നം പോലെ തന്നെ രാത്രി ഞാൻ ഇന്ന് ഈ സ്വപ്നമേ കാണൂ എന്ന് തീരുമാനിക്കാനും ആർക്കും കഴിയില്ല. നിങ്ങളുടെ സങ്കല്പങ്ങളിൽ ആ സ്വപ്നം തനിയെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് ജീവിതവും. അതുപോലെ തന്നെയാണ് ജീവിതവും. തിരഞ്ഞെടുക്കാൻ കഴിയില്ല. മറ്റൊരാളുടെ സ്വപ്നം എനിക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റുമോ? എടവേ, നീ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം എനിക്ക് കാണണം എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ മോനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം എനിക്കൊന്ന് കാണിച്ച പറ്റൂല. അത് കാണാനും പറ്റില്ല. അവിടെയാണ് യുണീക്നെസ്. നിന്റെ സ്വപ്നം നിന്റേത് മാത്രമാണ്. പക്ഷെ ഇന്ന് മനുഷ്യൻ എന്താണ് ചെയ്യണത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ സർവമായ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവന്റെ സ്വപ്നം നിങ്ങളുടെ ആക്കാൻ നോക്കുവാണ്. അവന്റെ വീട്. അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞു വെച്ചേക്കുവാണ്, എടാ നല്ല വീട് വേണം, നല്ല ജോലി വേണം, നല്ല സമ്പത്ത് വേണം, നല്ല കാശ് വേണം, എന്നാൽ മാത്രമേ നിന്നെ ഇവരൊക്കെ വില മതിക്കുള്ളൂ എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ പറഞ്ഞു വച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ സ്വപ്നം നോക്കിക്കോ, ശ്രദ്ധിച്ചു നോക്കങ്ങൾ. ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടൊന്നും വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിലിട്ട് നിങ്ങൾ നോക്കാം. മറ്റൊരാളുടെ സ്വപ്നം ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരിക്കലും കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവന്റെ സ്വപ്നങ്ങൾ മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങളുടെ സ്വപ്നമല്ലത്. എന്താണ് കിട്ടിയത് അത് സ്വീകരിക്കുക എന്നത് മാത്രമാണ് അവസാനം മനുഷ്യൻ ചെയ്യണത്. മറ്റുള്ളവന്റെ സ്വപ്നം കാണാൻ ശ്രമിക്കും, പക്ഷേ
അവസാനം അവൻ ചെയ്യുന്നത് എന്താണോ കിട്ടിയത് അത് സ്വീകരിക്കാം. എന്നാ പിന്നെ അത് ആദ്യം അങ്ങ് ചെയ്താൽ പോരെ? എന്നാ പിന്നെ അത് ആദ്യം ചെയ്താൽ പോരെ? മറ്റുള്ളവന്റെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞ് എന്തിനു വാശി പിടിക്കണം? വന്നത് സ്വീകരിക്കുക മാത്രമല്ല, എന്നിട്ട് അവസാനം മറ്റുള്ളവന്റെ സ്വപ്നം കിട്ടാത്തതിന്റെ പേരിൽ വിഷമം ഉണ്ടാവും. മറ്റുള്ളവന്റെ സ്വപ്നം ആ തൃപ്തി, മറ്റുള്ളവന്റെ സ്വപ്നം കിട്ടാത്തതിന്റെ പേരിൽ തൃപ്തി ഇല്ലാതെ വിഷമം കൊണ്ട് ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും ജീവിച്ചോണ്ടിരിക്കുകയാണ് ഇവൻ. ഏ? ഇത് യാഥാർത്ഥ്യത്തിന് യോജിച്ചതാണോ എന്നാണ് എന്റെ ചോദ്യം. ഇത് സത്യം എന്ന നിത്യസത്യത്തിന് യോജിച്ചൊരു പ്രവൃത്തിയാണോ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ ടെക്നോളജിയുടെ ചോദ്യം ഇതാണ്. സത്യം എന്ന നിത്യസത്യത്തിന് യോജിച്ച, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് ആ കിട്ടിയത് എന്താണോ അത് സ്വീകരിക്കാനേ പറ്റുള്ളൂ. സ്വപ്നത്തിൽ കിട്ടിയത് എന്താണോ അത് സ്വീകരിക്കാനേ പറ്റുള്ളൂ. വേറൊന്നും ചെയ്യാൻ പറ്റൂല. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. യൂസഫ് അലിയുടെ സ്വപ്നമല്ല നിങ്ങളുടെ സ്വപ്നം. മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ സ്വപ്നമല്ല നിങ്ങളുടെ സ്വപ്നം. വലിയ മതമേലധ്യക്ഷന്മാരുടെ സ്വപ്നമല്ല നിങ്ങളുടെ സ്വപ്നം. വലിയ ആൾ ദൈവങ്ങളുടെ സ്വപ്നമല്ല നിങ്ങളുടെ സ്വപ്നം. അതൊന്നുമല്ല നിങ്ങളുടെ സ്വപ്നം. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇത് ചിന്തിക്കാൻ അനുവദിക്കുന്നില്ല. ഇത് ചിന്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇത് പൂർണ്ണമായും ഉണ്ടായി വന്ന് നിലനിന്ന് ഇല്ലാകുന്നതാണ് എന്ന് പൂർണ്ണമായും നമ്മൾ തെളിയിച്ചാൽ പോലും, ഇപ്പൊ തന്നെ നമ്മൾ പരമാവധി തെളിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞത് വച്ചിട്ട് ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാം. പക്ഷെ തെളിയിച്ചാലും മനുഷ്യൻ ഇത് അംഗീകരിക്കാൻ തയ്യാറാവൂല എന്ന്. ഭൂരിപക്ഷം മനുഷ്യരും ഇത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ബോധ്യായതല്ലേ? നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞു, ഓരോന്നും കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. ഭൂരിപക്ഷം മനുഷ്യരും ഇത് അതാണ് പൊതു മനസ്സ്. ഇബ്ലീസ്, സാത്താൻ, സാത്താൻ, ദുർഭൂതം എന്നൊക്കെ ഏറ്റവും വലിയ ഭൂതം എന്ന് പറയൂലേ, അതാണ് പൊതു മനസ്സ്. മനസാക്ഷിയില്ലാത്ത, വിശക്കുന്നവനെ പോലും ഭക്ഷണം കഴിക്കുന്നവനെ പോലും തല്ലിക്കൊല്ലുന്ന സാക്ഷിയില്ലാത്ത മനസ്സ്. അതൊരിക്കലും അംഗീകരിക്കാൻ അത് സമ്മതിക്കൂല. സമ്മതിക്കൂല. കാരണം മനുഷ്യൻ മസ്തിഷ്കത്തെയും ഈ ദേഹത്തെയും ശരീരത്തെയും അടിസ്ഥാനമാക്കി ജീവിക്കുകയാണ്. ശരീരത്തെ അടിസ്ഥാനമാക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതെല്ലാം സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ടെസ്റ്റർ വെച്ച് അളക്കാൻ പറ്റൂല. ഇത് ടെസ്റ്റർ വെച്ച് അളഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റർ അടിച്ചു പോകും. ടെസ്റ്റർ കത്തിപ്പോകും. ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകില്ല. ഈ സിനിമയിലെ കണ്ടിട്ടില്ല, ഇങ്ങനെ കൈ ഞൊടിക്കുമ്പോ ബൾബ് പൊട്ടിപ്പോണോട്ട്. നിങ്ങളുടെ ടെസ്റ്ററും കൊണ്ട് വന്ന് കുത്തി കഴിഞ്ഞാൽ അടിച്ചു പോകും. നിങ്ങളുടെ ടെസ്റ്റർ ഉണ്ടല്ലോ, എല്ലാവരുടെയും കയ്യിൽ ഓരോ ടെസ്റ്റർ വെച്ചുകൊണ്ടല്ലേ നടക്കണത്. മറ്റവന്റെ സ്വപ്നം എന്താണ് എന്നറിയണ ടെസ്റ്റർ, അതുകൊണ്ട് ഇവിടെ വന്ന് കുത്തി കഴിഞ്ഞാൽ അടിച്ചു പോകും. അത്രേ പറയാനുള്ളൂ. ഇതുണ്ടായി വന്ന് നിലനിന്ന് നശിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യനുണ്ടായി, അവൻ കുറെ കാലം നിലനിൽക്കും, മരിക്കാതിരിക്കൂല എന്നും, അവൻ എന്തായാലും നശിച്ചു പോകുന്നു, ഈ ശരീരം നശിച്ചു പോകുന്നു, ഈ മനസ്സും നശിച്ചു പോകുന്നു, ഈ ആൾക്കാർ തന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോണ്ടി വരുമെന്നും, ഏഹ് സത്യം മാത്രമേ നിലനിൽക്കുള്ളൂ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അംഗീകരിക്കാൻ തയ്യാറാവൂല. കാരണം ഭൂരിപക്ഷം മനുഷ്യരും, കോടാനുകോടി മനുഷ്യരുണ്ട്. എന്തേ 1000 പേര് വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ദേഹത്തെ അടിസ്ഥാനമാക്കി ബ്രെയിനിനെ വിശകലനം ചെയ്ത്, ശരീരത്തെ വിശകലനം ചെയ്ത് ജീവിക്കുക. എത്ര എത്ര സൂക്ഷിച്ചാലും ബാക്കി കുറച്ച് അവിടെ കിടക്കും. ആ ആ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്ത് അതിന് മാത്രമാണ് എന്ന് ജീവിച്ച് ആ പതിനായിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഈ നാടകത്തിൽ ജീവിക്കുകയാണ്. അവരൊന്നും മാറുന്നില്ല. വീണ്ടും വീണ്ടും ഇതേ ചക്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. മനുഷ്യൻ ഇതേ ലൂപ്പിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ നാടകത്തിൽ ജീവിക്കുകയാണ്. അതിൽ നിന്നും പുറത്തു കടക്കാൻ മനസ്സ് അവരെ അനുവദിക്കുന്നില്ല. അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മരിക്കുമ്പോഴും അസ്വസ്ഥതയായിരിക്കും. ഈ പറഞ്ഞ ഇത് ആലോചിച്ച മരിക്കുന്ന സമയത്ത് എല്ലാം നേടിയിട്ട് പോകാൻ പറ്റുമോ? ഇല്ലെന്ന്. ഇനി അന്നേരം ഈ നേടാനും പറ്റിയില്ല, അതിന്റെ ടെൻഷൻ വേറെ, കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ ടെൻഷൻ വേറെ. രണ്ട് ടെൻഷൻ ഒരേ സമയം അനുഭവിക്കണം. രണ്ട് ടെൻഷൻ ഒരേ സമയം അനുഭവിക്കണം. അതിന്റെ ഒപ്പം നരകം കിട്ടുമോ സ്വർഗം കിട്ടുമോ എന്നുള്ള ടെൻഷൻ, അത് മൂന്നാമത്തെ ടെൻഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയ മനുഷ്യന്റെ അവസ്ഥ. പൂർണ്ണമായിട്ടും ഈ സ്വപ്നത്തിൽ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. സ്വപ്നത്തിൽ ഒന്നും ഉണ്ടാക്കാനും പറ്റൂല. ഈ സ്വപ്നത്തിൽ സ്വപ്നത്തിലുള്ളതെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാനും പറ്റൂല. ഒന്നുമില്ല. സ്വപ്നം കാണണില്ലെങ്കിൽ സ്വപ്നം കാണണ്ടാത്തൊരവസ്ഥയിലിട്ടായി എന്ന് കൂട്ടിയാൽ മതി. എല്ലാത്തിനെയും ആ രീതിയിൽ കാണുക. സ്വപ്നം കണ്ടാലും നമുക്കിത് അതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് കാണുക. അവബോധം സത്യമാണ്. അവബോധം സത്യമാണ്. നിത്യസത്യമാണ്. ഇതിനെല്ലാം സാക്ഷിയാണ്. എന്നാൽ മനസ്സ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ശരീരത്തെയും ആത്മാവിനെയും മനസ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ അതാണ് നിങ്ങളുടെ ദുർബലത. അതാണ് ദുർബലത. ആ മനസ്സ് സ്വർഗവും നരകവും മനസ്സിന്റെ മിഥ്യാധാരണ സങ്കല്പം അല്ലെന്ന് വെച്ചാൽ മനസ്സിന്റെ എന്നല്ലേ അവിടെ നിങ്ങൾ പറയണത്. അവിടെ നിങ്ങൾ മനസ്സിനെയാണ് കൂട്ടുപിടിക്കുന്നത്. സ്വർഗം നരകം ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് അതിനു വേണ്ടി കൂട്ടുപിടിക്കുന്നത് മനസ്സിനെയാണ്. അത് ഉണ്ടെന്ന് സ്ഥാപിക്കാനും ഇല്ലെന്ന് സ്ഥാപിക്കാനും കൂട്ടുപിടിക്കുന്നത് മനസ്സിനെയാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത്. മനസ്സ് അങ്ങനെ എല്ലാത്തിനും കാണുള്ളൂ. മരിച്ചുപോയി സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നാലേ സ്വർഗം ഉണ്ടോന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഈ പറഞ്ഞതാരാ? മനസ്സാ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഫലിക്കോ അല്ലെങ്കിൽ അതൊന്നും അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ടെക്നോളജിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ ടെക്നോളജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിസ്റ്റമാറ്റിക്കായ ഒരു 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 സിസ്റ്റമാറ്റിക് മതങ്ങളും ഒരു സംഘടനാ മതങ്ങളും ശരിയല്ല എന്ന് പറഞ്ഞത് അതാണ്. നിങ്ങൾ മതങ്ങളല്ല അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് സഞ്ചരിക്കാതെ സത്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. സത്യം സത്യം തന്നെയാണ്. അത് സാക്ഷിയാണ്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് സമൂഹമോ മതോ എന്നാണേലും എനിക്ക് അറിയില്ല. നിങ്ങൾ എന്താണോ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്നത് അത് ചിലപ്പോൾ യുക്തിവാദമാവാം, നിരീശ്വരവാദമാകാം, മതവിശ്വാസമാകാം, എന്തുമാകാം. ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, എന്തൊക്കെ വായിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, അതെല്ലാം ആകാം. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞ ടെക്നോളജിയെ കുറിച്ചാണ്. മനസ്സ് ആശ്രയിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. രണ്ട് കാര്യങ്ങളെ. ഒന്ന് ഹോർമോൺ വഴി വരുന്ന സുഖങ്ങളെയും ശാരീരികപരമായി വരുന്ന വേദനകളെയും. രണ്ട് കാര്യങ്ങളെ. ഹോർമോൺ വഴി വരുന്ന ഇമോഷനുകളെ, ശാരീരിക വേദനകളെ. ഈ അവബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ മനസ്സുപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങളാണിത്. രാഷ്ട്രീയത എല്ലാം ഇതിനകത്ത് പെടുമെന്ന്. എല്ലാ ഇസങ്ങളും പെടും. എല്ലാം ഈ മനുഷ്യനെ മറ്റിലേക്ക് ചിന്തിപ്പിക്കാതെ കുടുക്കി നിർത്താനുള്ള പണിയാണ്. നിന്നെ കാണിക്കാതിരിക്കാനുള്ള ട്രിക്കുകളാണെല്ലാം. രണ്ട് രീതിയിലാണ് ഇതിനെ പ്രയോഗിക്കുന്നത് മനസ്സ്. രണ്ട് രീതിയിൽ. ഒന്ന് ഹോർമോൺ വഴി ഉണ്ടാക്കുന്ന, ഹോർമോണുകൾ വഴി ഉണ്ടാക്കുന്ന സുഖദുഃഖ സമ്മിശ്രമായ വികാരങ്ങളെ
രണ്ട്, ശാരീരികപരമായി വരുന്ന ശരീരസ്പർശത്തിലൂടെ നേടുന്ന സുഖങ്ങളെയും വേദനകളെയും. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് ലഭിക്കുന്ന വേദനയും പേടിയും സങ്കടവും വിഷമവും നിങ്ങൾക്ക് ഈ ജീവിതത്തിലും കിട്ടും. എന്നാണോ നിങ്ങളുടെ തലമുയരുന്നത്, നിങ്ങൾ മാറി നിന്നൊരു സാക്ഷിയായി ഇതിനെ കാണാൻ തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ സ്വപ്നത്തിൽ നിന്ന് ലഭിക്കുന്ന വേദനകളും പേടിയും സങ്കടവും ഞെട്ടലും ഒക്കെ ഉണർന്നിരിക്കുമ്പോൾ ഇല്ലാതാകുന്ന പോലെ. ഉണർന്നിരിക്കുമ്പോൾ എപ്പോഴാണ് അത് ഇല്ലാതാകുന്നത്? ശ്രദ്ധിച്ചോ? ദൈവം തന്നിട്ടുള്ള അടുത്ത കഴിവാണത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ആ പോയിന്റ് ശ്രദ്ധിച്ചോ? എപ്പോഴാണ് ഒരു സ്വപ്നം നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നത്? എപ്പോഴാണ് സ്വപ്നം ഇല്ലാതാകുന്നത്? ഉണരുമ്പോൾ. 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 ഉണരുക. വളരുകയല്ല വേണ്ടത്. നീ വലിയ വളർച്ച ഉണ്ടാക്കുക, നീ വലിയ മനസ്സ് വളർത്ത്, അതല്ല. ഉണരുക. ഉണരുക. ഉണരുമ്പോൾ. നിന്റെ ബോധം ഉണരുമ്പോൾ. അവബോധം, മനസ്സിന്റെ ബോധമല്ല, ബോധം ഉണരുമ്പോൾ. നിങ്ങളുടെ തലം ഉയരുമ്പോൾ, ആ ഉണരുമ്പോൾ, തലം ഉണരുമ്പോൾ, ഉയരുമ്പോൾ ശരീരവും മസ്തിഷ്കവും നൽകുന്ന അതേ ഇമോഷനുകളെ ഇല്ലാതാക്കാൻ കഴിയും. അതാണ് അവേക്കനിങ് എന്ന ഈ ഹ്യൂമൻ ടെക്നോളജിയുടെ പ്രോസസ്സ്. തെറ്റ് എന്നൊരു സംഭവം ഇല്ല. സാഹചര്യമാണ് തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സാഹചര്യം ഒഴിവാക്കിയാൽ പിന്നെ തെറ്റുണ്ടാവൂല. തെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഒരു സാഹചര്യമാണ് തെറ്റുണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ ആ തെറ്റുണ്ടാകും, അതങ്ങനെ ചെയ്യണം എന്ന് സമൂഹം പഠിപ്പിച്ചേക്കണെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. ആ സാഹചര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ തെറ്റില്ലോ. നിങ്ങൾ ഉണർന്നാൽ ഇതേ സെയിം സ്വപ്നത്തിന്റെ അതേ ടെക്നോളജിയാണ് മനുഷ്യനെ ഈ സ്വപ്നത്തിൽ നിന്നും ഉണർത്താനുള്ള ടെക്നോളജി. നിങ്ങൾ എന്നാൽ മനസ്സ് വലിയൊരു കെണിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് കെണി? നിങ്ങൾ ഒരിക്കലും ഉണരാതിരിക്കാനുള്ള കെണി. ഇര സ്വപ്നത്തിലാണ് ഇര സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് എന്ന് അറിയാതിരിക്കാനുള്ള വലിയ വലിയ കെണികളാണ് പൊതു മനസ്സും ഉണ്ടാക്കി. സകല ഇസങ്ങളും സകല സംവിധാനങ്ങളും സകല പുരോഹിത വർഗവും സകലതും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നീ ഒരിക്കലും ഉണരരുത്. ഇവിടെ ഇര ഇരയാണത്, അടിമയാണ് നിങ്ങൾ. ആ ഈ അടിമ ഒരിക്കലും ഉണർന്ന് ഈ സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകരുത്. അതിനുള്ള സകല തന്ത്രങ്ങളും ഇര സ്വപ്നത്തിലാണ് എന്ന് അറിയാതിരിക്കാനുള്ള സകല തന്ത്രങ്ങളും മനസ്സ് പ്രയോഗിക്കും. എന്നാൽ ഈ സത്യം അവബോധം, ആ സത്യത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ നിറകുടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ? കാരുണ്യത്തിന്റെ നിറകുടമാണ്, കാരുണ്യം നിറഞ്ഞതാണ്. ഈ നരകത്തിൽ സ്വപ്നമാകുന്ന ഈ നരകത്തിൽ കിടന്ന് നരകിക്കുന്ന മനുഷ്യന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാം. വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാന്ന്. വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാവുന്ന രീതിയിലാണ് സത്യം നിങ്ങൾക്ക് ആ യഥാർത്ഥ സത്യം നിങ്ങൾക്ക് ഈ സിസ്റ്റം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഒരൊറ്റ കാര്യം മതി. ഒരൊറ്റ കാര്യം മതി, നിങ്ങളുടെ ഒരു തീരുമാനം. ഈ പുതുവർഷം വരാൻ പോകുന്ന ഈ നിമിഷത്തിൽ ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ എല്ലാ ശരീരങ്ങൾക്കും ഒരു പുതുവർഷം വരികയാണ്. ശരീരങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാം. നിങ്ങളുടെ ഒരൊറ്റ തീരുമാനം മാത്രം മതി. നിങ്ങളുടെ ഒരൊറ്റ തീരുമാനം. അത് ഒന്നാമതായി
എല്ലാവരും ഒരു സ്വപ്നത്തിലാണ് എന്ന് അംഗീകരിക്കുകയും ആ സ്വപ്നത്തിലെ കഥാപാത്രം തീരുമാനിക്കുകയും ചെയ്യുന്നിടത്ത് മാറ്റം ഉണ്ടാവും. എനിക്ക് ഈ അനുഭവിച്ചത് മതി, ഇനി ഞാൻ അനുഭവിക്കാൻ തയ്യാറല്ല, എനിക്കിനി ഈ നാടകം വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യം മതി എന്ന് തീരുമാനിച്ചാൽ അവിടെ ഭയം നീങ്ങും. സത്യം വെളിപ്പെടുന്നത് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ആർക്കും പ്രത്യേകിച്ച് കൊണ്ടുവന്നത് ഇത് വല്ല ആൾ ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇൻകാർണേഷൻ വന്നോർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവ ഇതുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു ജനതയ്ക്കോ ഏതെങ്കിലും ഒരു 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 മതത്തിൽ ജനിച്ചവനോ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചവനോ ഒന്നും റിസർവ് ചെയ്തേക്കണില്ല ഇത്. ആർക്കും റിസർവ് ചെയ്തേക്കണില്ല ഇത്. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ യു ക്യാൻ എസ്കേപ്പ്. കാരുണ്യമാണ് അവിടെ. സ്വപ്നത്തിൽ കിടക്കുന്ന മനുഷ്യന് രക്ഷപ്പെടാൻ എളുപ്പം ഒറ്റ തീരുമാനം മതി. ഒന്ന്, താൻ സ്വപ്നത്തിലാണെന്ന് അംഗീകരിക്കുകയും ആ സ്വപ്നത്തിലെ കഥാപാത്രം അവിടെ തീരുമാനിക്കുകയും ചെയ്യണം. എനിക്ക് ഈ അനുഭവിച്ചു മതി, ഇനി ഞാനിത് അനുഭവിക്കാൻ തയ്യാറല്ല, എനിക്ക് ഈ നാടകം വേണ്ടേ വേണ്ട, എനിക്ക് ഈ സർവമായ വേണ്ടേ വേണ്ട, എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് എന്ന് തീരുമാനിച്ചാൽ അവിടെ ഭയം നീങ്ങും. സത്യം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. അവിടെയാണ് രക്ഷിതാവിന്റെ മഹത്വം. അവിടെയാണ് കണക്ടിവിറ്റി, ആ ഡയറക്ടറുമായിട്ടുള്ള ബന്ധം. സത്യത്തിനും നിങ്ങൾക്കുമിടയിൽ മറയിടാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല, നിങ്ങൾക്കല്ലാതെ. നിങ്ങൾ അതിന്റെ കൂടെ തല വച്ചു കൊടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓക്കെ, യു ക്യാൻ. സത്യത്തിനും നിങ്ങൾക്കും ഇടയിൽ മറയിടാൻ ആർക്കും സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല, മനുഷ്യനായി പിറന്ന ആർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് രക്ഷിതാവ് രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രണ്ട് രണ്ട് പ്രത്യേക കഴിവുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് പ്രത്യേക കഴിവുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഫ്രീ വിൽ. ഇതേ നാടകത്തിൽ തന്നെ തുടരാടവേ. ഫ്രീ വിൽ. യു എൻജോയ് ദ ഡ്രാമ. യു ക്യാൻ എൻജോയ് ഇറ്റ്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഈ നാടകം, ഈ സ്വപ്നം നിങ്ങൾ ആസ്വദിച്ചോ. വിഷമാണി വിഷമം, സങ്കടമാണി സങ്കടം, ദുഃഖാണി ദുഃഖം, കരച്ചിലാണി കരച്ചിൽ, നരകാണി നരകം, ദുരിതാണി ദുരിതം. യു എൻജോയ് ഇറ്റ്. ഫ്രീ വിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നാടകത്തിൽ നിൽക്കാം, ഇല്ലെങ്കിൽ രക്ഷപ്പെടാം. അതിനാണ് അവബോധം അഥവാ നിരീക്ഷകനാകുക എന്ന പുണ്യം മനുഷ്യന് വച്ചിട്ടുള്ളത്. ഈ പൂട്ടിന്റെ താക്കോല് രക്ഷിതാവ് എല്ലാവരുടെയും കയ്യിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രീ വിൽ. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന്. നിങ്ങൾക്കറിയാം സ്വപ്നം കാണുന്നത് എപ്പോഴാണ്? ശരീരം ഉറങ്ങി മനസ്സ് ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയിലാണ്. അതായത് ഡീപ്പ് സ്ലീപ്പിന് മുമ്പാണ് എല്ലാവരും സ്വപ്നം കാണുക, അല്ലേ? ഡീപ്പ് സ്ലീപ്പ് എന്ന അവസ്ഥയിൽ ആരും ഒന്നും അറിയുന്നില്ല. അതാണ് താക്കോൽ. നിങ്ങളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം തന്നേക്കണത്. ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പാഠമുണ്ട് നിങ്ങൾക്ക്. അതാണ് താക്കോൽ. ആ ഡീപ്പ് സ്ലീപ്പാണ് താക്കോൽ. മനുഷ്യൻ രക്ഷിതാവിനെ വിട്ട് കല്ലുകളെയാണ് ആദ്യം ആരാധിക്കാൻ തുടങ്ങിയത്. ഒരു തേർഡ് പാർട്ടി സപ്പോർട്ട് ആദ്യം ഭൂമിയിൽ മനുഷ്യൻ നേടിയത് കല്ലുകളെയാണ്. എന്തുകൊണ്ടാണത്? അതിന് കാരണമുണ്ട്. കല്ലിന്റെ നിശ്ചലതയാണ് അതിന് കാരണം. കല്ലിന്റെ നിർഗുണമായ നിശ്ചലതയാണ് അതിന്റെ കാരണം. നിങ്ങൾ നോക്കിക്കോ. യഥാർത്ഥത്തില് മനുഷ്യൻ ഒരിക്കലും രക്ഷിതാവിനെ വിട്ട് വേറൊന്നിനെയും ആരാധിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഏറ്റവും ആദ്യകാലത്ത് കണ്ടെടുത്ത ഒരു രൂപം എന്ന് പറയുന്നത് പശുപതി രൂപമാണ്. മോഹൻജോദാരോ ഹാരപ്പൻ സംസ്കാരത്തിലെ പശുപതി രൂപം. അതെന്താണ് ആ രൂപം? അഖണ്ഡ നിശ്ചലതയാണ്. അഖണ്ഡ നിശ്ചല നിസ്സംഗ രൂപമാണത്. മനുഷ്യൻ രക്ഷിതാവിനെ വിട്ടിട്ട് അത്തരം രൂപങ്ങളിലേക്ക്, കാരണം അതൊരു നിശ്ചലമായ രൂപം, നിശ്ചലത, പൂർണ്ണ നിശ്ചലത.
ആദ്യം ചില നോർമൽ കല്ലുകളായി, പിന്നെ മിനുസമുള്ള കല്ലായി, അങ്ങനെ അങ്ങനെ മാറി 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 വന്നു. ഇന്ന് എല്ലായിടത്തും ആ കല്ലുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഒരാളും വിഭിന്നമല്ല. ഒരു മതിലോ കല്ലോ ഇല്ലാത്ത ആരുമില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. മതിലോ കല്ലോ ഇല്ലാത്ത ആരുമില്ല. അങ്ങോട്ട് തിരിയാത്ത ആരുമില്ല. വളരെ അപൂർവം പേരല്ലാതെ. നിരീശ്വരവാദിയായിട്ടല്ല. അവിടെയാണ് ഡയറക്ടറുമായിട്ടുള്ള കണക്ഷന്റെ പ്രാധാന്യം. അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ആ അവസ്ഥ, പൂർണ്ണമായും നിശ്ചല, അതാണ് അവബോധം. അത് ചലിക്കുന്നില്ല. അത് നിത്യസത്യമാണ്. നിത്യസത്യം എങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക? ചലിക്കുന്നതെല്ലാം സ്വപ്നങ്ങളാണ്. നിത്യസത്യം ചലിക്കുന്നില്ല. ഈ ഈ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കല്ല് പോലെ എന്ന് ആദ്യം ഈ ടെക്നോളജി പഠിപ്പിക്കാൻ വന്നവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കല്ല് പോലെയാണ് നിശ്ചലത എന്ന് ആ കല്ല് പോലെ എന്ന് പറഞ്ഞത് പിന്നെ എന്തായി? സിംബോളിക്കായിട്ട് പറഞ്ഞത് കലിന. അങ്ങനെ കല്ല് പോലെ ഇരിക്കുന്ന ആദിമ രൂപം, അത് ആദത്തിന്റെ രൂപം, അല്ലെങ്കിൽ പശുപതി രൂപം, അല്ലെങ്കിൽ ശിവരൂപം. ഉം. മൂലക്കല്ല് എല്ലായിടത്തും ഉണ്ടത്. ക്ഷേത്രങ്ങളിൽ മാത്രമൊന്നുമല്ല. നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒരു മൂല, എല്ലാ ക്ഷേത്രങ്ങളുടെയും മൂലപ്രതിഷ്ഠ ഒരു കല്ലാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റു മതങ്ങളുടെയും ശ്രദ്ധിച്ചു നോക്കുക, ഒരു മൂലക്കല്ല് കാണും. അല്ലെങ്കിൽ ഒരു രൂപം കാണും. ആരാധിക്കുന്നു എന്നല്ല, കല്ല് അവിടെ ഉണ്ടാവും അവിടെ. അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാവും. ഈ നാടകത്തിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ അവിടെ കല്ലുണ്ടോ, മറ്റോടത്ത് ഇത് വച്ചിട്ടുണ്ടോ, മറ്റേ രൂപത്തിൽ ആൾക്കാർ പോകണ്ടോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതൊക്കെ ശ്രദ്ധ തെറ്റിക്കുന്ന സംഭവങ്ങളാണ്. അതിലേട്ടൊന്നും അല്ല ചിന്തിക്കേണ്ടത്. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ സത്യത്തിലേക്ക് ചിന്തിക്കുക. എങ്ങനെ ഈ സ്വപ്നത്തിൽ നിന്നും പുറത്തു കടക്കാം? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്പിരിറ്റ് തലത്തിന് പ്രവർത്തിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്ന് തിരിച്ചറിയേണ്ടത്. സ്പിരിറ്റ് തലത്തിന് പ്രവർത്തിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. യക്ഷീനൊക്കെ നിങ്ങൾ എക്സോസം ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ? അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. പ്രേത സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ പ്രേതങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഒരു മാധ്യമം വേണം. അപ്പൊ അവർ പലപ്പോഴും ഒരു മാധ്യമത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. എങ്ങനെയാണ് ഇതിൽ നിന്നും പുറത്ത് കിടക്കണത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ സ്വപ്നത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ സ്വപ്നത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഈ നാടകത്തിൽ നിന്നും, ഈ സ്വപ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിന് മറുപടി ആ സ്വപ്നത്തിൽ തന്നെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ തന്നെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുക? ഉം? എങ്ങനെയാണ് ഉണരുക? ചിലര് ഞെട്ടി തനിയെ വരും അല്ലേ? ഉം? ചിലർ തന്നെ ഉണരും. തന്നെ. അങ്ങനെ തന്നെ ഉണർന്ന ആളുകളുണ്ട്. അവർക്ക് എൻ്റെ സഹായം ആവശ്യമില്ല.
തന്നെ ഉയർന്ന ആൾക്കാർക്ക് എൻ്റെ സഹായം ആവശ്യമില്ല. തന്നെ ഉണർന്ന സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഉണർന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഈ വെങ്കിട്ടരാമൻ എന്നറിയുന്ന രമണ മഹർഷിയെ പോലെയുള്ള ആളുകളും, ഏഹ് പിന്നെ നമ്മുടെ ഈ പ്രവാചകന്മാരും, ഏഹ് ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന യേശുവും ഒക്കെ തനിയെ തനിയെ ഉയർന്നവരാണ്. ഓക്കെ. തനിയെ തനിയെ അത് നിങ്ങളുടെ സ്വപ്നത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ സ്വപ്നത്തിന്റെ രൂപത്തിന്റെ കാര്യം പറഞ്ഞത്. തനിയെ വരുന്നവരാണ്. രണ്ടാമതായി ഞെട്ടി പേടിച്ചു വരുന്ന ആളുകളാണ്. പേടിച്ച് ഭയന്നു വരുന്ന ആളുകളാണ്. ജീവിതത്തിലെ സഹിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളിൽ നിന്നും, ജീവിതത്തിലെ ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ. ജീവിതത്തിലെ സഹിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളിൽ നിന്നും ഞെട്ടി ഞെട്ടി ഉണരുന്ന ആളുകളാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മോചനം വേണമെന്നവർ ആഗ്രഹിക്കും. അവർ ആ സത്യം അന്വേഷിക്കും. അപ്പോൾ അവർക്ക് മുന്നിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഏതെങ്കിലും ഒരു ഭാവത്തിൽ, ഏതെങ്കിലും ഒരു സംസാരത്തിൽ ഈ സാധനം വന്നു നിൽക്കും. അന്നേരം സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് ബുദ്ധിയുള്ളവന്റെ കാര്യമാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതായത് നിങ്ങൾ ഞെട്ടി ഉണർന്നു, സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഈ നാടകത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിൽ നിന്ന് മോചനം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മോചനം വേണമെന്ന് ആഗ്രഹം ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് തോന്നി. അങ്ങനെ അവരെനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് മുന്നിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു അറിവായി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായി അവരുടെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെടും. ഒരു വഴി കാട്ടി നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. അത് മനുഷ്യനായിട്ട് വരാം, അറിവായി വരാം, ബോധമായി വരാം, എന്തെങ്കിലും ഒരു തെളിവായി വരാം, പോകുന്ന വഴിയിലാവാം, സൂമിലാവാം, എവിടെയെങ്കിലും ആവാം. എവിടെയെങ്കിലും ആവാം. അല്ലെങ്കിൽ യൂട്യൂബിലാവാം. എവിടെന്നെങ്കിലും ഒരു വഴി കാട്ടി പ്രത്യക്ഷപ്പെടും. മൂന്നാമത്തെ വിഭാഗമാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗം. അവരാണ് ഏറ്റവും കൂടുതൽ. അവർ തട്ടി ഉണർത്തുമ്പോഴാണ് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ, ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു, ഇതേ കൃത്യസമയത്താട്ടോ വിളിച്ചത്. ഇവിടെയും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും നിങ്ങളെ തട്ടി വിളിക്കുക. ദേ ഹലോ, ഡേ മതി, ഉറങ്ങിയത് മതി, ദേ ഒരു സാധനം വന്നിട്ടുണ്ട്. അയാളുടെ പേരെന്തൊക്കെയാണ്? അയാൾ ആകെ 2 പേരിട്ടിട്ടൊക്കെയാണ് വിളിക്കുന്നത്. 2 അക്ഷരമാണ് വിളിക്കുന്നത്. സാറൊന്നും അല്ല. ഏ ഒരാള് വന്നിട്ടുണ്ട്. സഹിക്കാൻ പറ്റാതെ കിടന്ന് പൊളയണ കാണുമ്പോഴായിരിക്കും ഈ ആള് വന്ന് വിളിക്കണതേ. കിടന്ന് കണ്ണടച്ച് കിടന്നിട്ട് അലറുമായിരിക്കും. എന്നൊക്കെ പറഞ്ഞ് കിടന്ന് അലറുമായിരിക്കും. ആ സമയത്തായിരിക്കും ഈ കൂട്ടുകാരൻ വന്ന് ഒരാൾ വന്നിട്ടുണ്ട്, നോക്കി. അപ്പോൾ ഈ ആൾ വിളിക്കും, എഴുന്നേറ്റോ എഴുന്നേറ്റോ, അവിടെ ഒന്നുമില്ല എന്ന് പറയും. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒന്നുമില്ല, ഞാൻ സ്വപ്നത്തിലായിരുന്നു. ഒന്നുമില്ല. ഒരു നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ മനസ്സിലാവും, ഹലോ ഹലോ, കമോൺ, ചിയറപ്പ്, ഡേ ഒന്നുമില്ല അവിടെ. ഈ ദുഃഖങ്ങളും വിഷമങ്ങളും ആർത്തലച്ച് കരഞ്ഞുകൊണ്ടിരുന്നോടത്ത് നിന്ന് കമോൺ. എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും അതോടെ ഇല്ലാതാവും. അപ്പൊ നിങ്ങൾ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ, ഉണർന്നില്ലായിരുന്നു എങ്കിൽ, ഞാൻ അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾ ഉണർന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഉണർന്നില്ലായിരുന്നു എങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എവിടെ കിടന്നേനെ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ നിങ്ങൾ ഉണർന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബുദ്ധിയുള്ളവരെല്ലാം ഉണർന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഞാൻ നന്നായി വിളിച്ചുണർത്തിയിട്ടുണ്ട്.
ഞാൻ നന്നായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഒരു അന്വേഷകന്, ഒരു യാത്രികൻ, നിങ്ങളൊരു യാത്രികനാണ്, ഒരു ആത്മീയ യാത്രികനാണ്. നിങ്ങൾ ശരീരമല്ല, നിങ്ങളൊരു യാത്രക്കാരനാണ്. ഈ യാത്രികന് തൻ്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നൈമിഷികമാണെന്നും ഈ ജീവിതം ഒരു സ്വപ്നം മാത്രമാണെന്നും നിങ്ങൾക്കറിയാവും പറ്റും. അറിയാൻ പറ്റാത്തത് ഈ സ്വപ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നൊരു വഴി മാത്രമാണ്. അതിനു വേണ്ടി മാത്രമാണ് ഒരാൾ ആവശ്യമുള്ളത്. ഈ സ്വപ്നത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു വഴി മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പാടുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. എങ്ങനെ ഈ സ്വപ്നത്തിൽ നിന്നും പൂർണ്ണമായും അതിനാണ് അതിന് മാത്രമേ ഒരു വഴികാട്ടിയുടെ ആവശ്യമുള്ളൂ. എല്ലാവരും യാത്രക്കാരാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ ഉയരുന്നതിൻ്റെ ഒരു സിംബോളിക്കായ ഒരു പ്രാക്ടീസാണ് സ്വപ്നം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഉയരുന്ന 3 പ്രോസസ്സ് തന്നെയാണ് നിങ്ങളുടെ ജീവിതം എന്ന നാടകത്തിലും സംഭവിക്കുന്നത്. അതിൽ നിന്ന് ഉയരുന്ന 3 പ്രോസസ്സ് തന്നെയാണ് നിങ്ങളുടെ ജീവിതം എന്ന ആ, നാടകത്തിലും, അല്ലെങ്കിൽ ഈ സ്വപ്നത്തിലും, ഈ ഡ്രാമയിലും, ഈ സർവമായയിലും സംഭവിക്കുന്ന അത് തന്നെയാണ്. ഇവിടെ നീ തയ്യാറായാൽ തീർച്ചയായും നിന്റെ വഴികാട്ടി വന്നിരിക്കും. ഉറപ്പാണത്. തീർച്ചയായും നിങ്ങൾ തയ്യാറായാൽ വഴികാട്ടി വന്നിരിക്കും. ഭൂരിപക്ഷം മനുഷ്യരും അത് തയ്യാറാകില്ല. കാരണം അവർക്ക് പലതും ചെയ്തു തീർക്കാനുണ്ട് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. പലതും ചെയ്തു തീർക്കാൻ റവേ, ഇതിൻ്റെ ഒന്നും പുറകെ പോയാൽ പറ്റൂല, പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും സ്വപ്നം കാണാൻ ഇറങ്ങി വന്നൊരു സത്യമാണ്. എന്നാൽ സ്വപ്നത്തിൽ തന്നെ അഭിരമിച്ച് അതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ആ സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കി ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഡോപ്പമിൻ ആയിരിക്കും. ഫുൾ ടൈം ഡോപ്പമിൻ. ഡോപ്പമിനും എൻഡോർഫിനും ഓട്ടോമാറ്റിക് ആയിരിക്കും. എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് അത് ഉണ്ടാക്കേണ്ടി വരൂല. ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട് ലാഫിംഗ് ടെക്നോളജി, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തല്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരുന്ന്, വേറെ എന്തെങ്കിലും ഒരു മെഡിസിൻ, ഇതൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല. ഈ സ്വപ്നത്തില് മനുഷ്യന് ഒന്ന് മാത്രമാണ് പ്രാധാന്യം. അത് മനുഷ്യന് ഒരിക്കലും സുഖങ്ങളിൽ തൃപ്തി വരുന്നില്ല. അതാണ് മിഥ്യയായ സ്വപ്നത്തില് പിടിച്ചു നിൽക്കാൻ ഈ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആ ഘടകം എന്ന് പറയുന്നത് തൃപ്തി വരുന്നില്ല, സുഖങ്ങളിൽ തൃപ്തി വരുന്നില്ല. അതാണ് മിഥ്യയായ സ്വപ്നത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. തൊട്ട് ചേർന്നുള്ള ഉള്ളിൽ തന്നെയുള്ള സത്യത്തെ, എന്തിനും കഴിവുള്ള തന്നെ തന്നെ കാണാൻ അപ്പോൾ കഴിയൂല. അത് തൃപ്തി വരാത്തത് കൊണ്ട് തന്നെ എന്തിനും കഴിവുള്ള തന്നെ തന്നെ കാണാൻ കഴിയില്ല. കാരണം തൃപ്തിയില്ലാതെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ കാണാൻ കഴിയില്ല. എന്തിനും കഴിവുള്ള, എന്തിനേയും നേരെയാക്കാൻ കഴിവുള്ള, എന്തിനും കഴിവുള്ള തന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിന് ആത്മാർത്ഥത മാത്രമാണ് വേണ്ടത്. ആത്മാർത്ഥത, ആത്മാർത്ഥത, ആത്മാർത്ഥത. സർവമായ സിനിമയില് നിവിൻ പോളിയുടെ അടുത്ത് പറയുന്നത് പോലെ, നീ ചെയ്ത പൂജയല്ല, നിന്റെ ആത്മാർത്ഥതയാണ് ആ ആ ശക്തിയെ പുറത്തു കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞ പോലെ, അതിന് നിങ്ങൾക്ക് വേണ്ടത് ആത്മാർത്ഥതയാണ്. എന്ന് നിങ്ങൾ മിഥ്യയെ തള്ളുന്നുവോ, അന്ന് നിങ്ങൾക്ക് സത്യം കാണാൻ തുടങ്ങും. സത്യം എന്താണ് എന്ന് അറിയാൻ തുടങ്ങും. അത് മാത്രമാണ് ഹ്യൂമൻ ടെക്നോളജി പറയുന്നത്. വേറെ ഒന്നും ഹ്യൂമൻ ടെക്നോളജി പറയുന്നില്ല. വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാനൊരു കുറേ ക്ലാസ്സുകൾ ഈ യൂട്യൂബിലും അല്ലാതെ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഇനി വരാൻ പോകുന്ന മീഡിയകൾ, സംവിധാനങ്ങളെല്ലാം വരുന്ന ഒരു 3-4 വർഷം കൊണ്ട് ഇതേ പാതയിലേക്കും അല്ലെങ്കിൽ ഇതിന് സമാനമായ പാതയിലേക്കും വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പണത്തിന് പുറകെ മനുഷ്യൻ ഓടുന്നത് ഒരു 3-4-5 വർഷം കൊണ്ട് നിർത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് യൂട്യൂബിലുണ്ട് ഇത്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും അന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാം. ഇതിന് വലിയ മുതൽ മുടക്കൊന്നുമില്ല. നിങ്ങളുടെ ആത്മാർത്ഥത മാത്രം മതി.